തേവര SH കോളേജിൽ അലോഷ്യസിനെ നോക്കി ഒരു ചിരിയിരിച്ച് ആ ഷോൾഡറിൽ ഒരു തട്ട് കെട്ടിയാൽ തീരാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം അത് മറ്റൊരു രീതിയിലാണ് കണ്ടതെന്ന് തോന്നുന്നു. അതെന്തായാലും ശരിയല്ല, അതിൽ കൂടുതൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ എന്നാൽ ഇവിടെ അലോഷ്യസിന്റെ കാര്യത്തിൽ, ഇവിടെ KSU സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി പക്വത VD സതീശന് കാണിക്കാമായിരുന്നു. ഒരു വിദ്യാർത്ഥി നേതാവിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം എത്ര വർഷമായി ഈ മേഖലയിൽ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം നടത്തുന്നു, കുറച്ചുകൂടി പക്വത കാണിക്കേണ്ട ആളാണ്. ഇന്നലെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, തേവര SH കോളേജിൽ അലോഷ്യസിനെ നോക്കി ഒരു ചിരിയിരിച്ച് ആ ഷോൾഡറിൽ ഒരു തട്ട് കെട്ടിയാൽ തീരാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം അത് മറ്റൊരു രീതിയിലാണ് കണ്ടതെന്ന് തോന്നുന്നു. അതെന്തായാലും ശരിയല്ല, അതിൽ കൂടുതൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ KSUവിലെ മറ്റ് ചിലർ, എറണാകുളം ജില്ലയിലെ ചിലരൊക്കെ ഇറങ്ങി വന്ന് സംസ്ഥാന പ്രസിഡന്റിനെതിരെ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാണിക്കുന്നത് ആ സംഘടനയുടെ കെട്ടുറപ്പ് അത് പൂർണ്ണമായും തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പൊ അത് ആ നിലയിൽ തന്നെ അവരെ അഭിസംബോധന ചെയ്യേണ്ട കാര്യമാണ്. അത് അവർ അഭിപ്രായം പറയുന്നത്. ഒരു കാര്യം കൂടി, ഈ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലുള്ള പൊതിച്ചോറ് ഒരുപാട് വരുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മുതൽ കൊടിയും ബാനറും കെട്ടി പൊതിച്ചോറ് വിതരണം ചെയ്യേണ്ട മറ്റ് മെഡിക്കൽ കോളേജുകളിൽ വ്യാപകമായി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയാം. സാമൂഹ്യ സേവനത്തിന് കൊടിയും ബാനറും എന്തിനെന്നാണ് ആരോഗ്യമന്ത്രിയുടെ ചോദ്യം. ഇവിടെ K മുരളീധരൻ എന്ന രാഷ്ട്രീയക്കാരൻ, അദ്ദേഹം ഒരു മന്ത്രിയായതിനു ശേഷം നടത്തുന്ന തുടർച്ചയായിട്ടുള്ള ഒരു അപക്വമായിട്ടുള്ള ഒട്ടനവധി പ്രസ്താവനകളിൽ ഒന്ന് മാത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, ഉച്ചഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തെ K മുരളീധരന് എന്തിനിത്ര അസഹിഷ്ണുത ഉണ്ടാവണം, എന്തിനിത്ര ഭയപ്പെടണം? സ്വാഭാവികമായിട്ടും ഈ നാട്ടിലെ സാധാരണക്കാരന് ഉച്ചനേരത്ത് കിട്ടുന്ന ഒരു ഭക്ഷണം, ആ ഭക്ഷണത്തെ ഇല്ലാതാക്കാനുള്ള ഈ ഇടപെടൽ എന്തിന്റെ ഭാഗമായിട്ടാണ്? ഇപ്പൊ ആലപ്പുഴയിൽ അതിന് മുന്നോടിയായി G സുധാകരൻ ആ അഭിപ്രായം പറഞ്ഞു, പിന്നീട് അദ്ദേഹം തിരുത്തി, ഞാൻ അതിനെതിരല്ല എന്ന് പറഞ്ഞു. അതിന്റെ തുടർച്ചയിലാണ് മുരളീധരൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. ഇപ്പൊ K മുരളീധരനൊക്കെ കേരള രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയ നേതാവായി വന്നത്? ഞാൻ അതിന്റെ കൂടുതൽ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ പോകുന്നില്ല. ഗാർഡിയൻഷിപ്പ് ഉള്ളതുകൊണ്ട്, സ്വന്തം പിതാവ് കേരളത്തിന്റെ സുപ്രധാനമായിട്ടുള്ള പദവിയിൽ ഇരുന്നത് കൊണ്ടും, കേരളത്തിലെ കോൺഗ്രസിനെ പിളർത്തി മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയത് കൊണ്ടും, അങ്ങനെയൊക്കെയുള്ള അഡ്രസ്സിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള K മുരളീധരൻ ഈ നാട്ടിലെ ശരാശരി ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ രാഷ്ട്രീയ ബോധ്യത്തെയും അവന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും ചോദ്യം ചെയ്യാൻ വളർന്നിട്ടില്ല. K മുരളീധരന്റെ തിരിച്ചറിവുണ്ടാകേണ്ടത്, K മുരളീധരൻ ഇതുവരെ കാണാൻ കഴിയാത്തതും K മുരളീധരൻ ഇതുവരെ എത്തിപ്പെടാത്തതുമായിട്ടുള്ള ജനങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ഇന്നും ഈ നാട്ടിൽ. അവർക്കൊക്കെ വേണ്ടിയാണ് ഡിവൈഎഫ്ഐ ഇത് നടത്തുന്നത്. അതിനെയൊക്കെ ഇല്ലാതാക്കാൻ, രാഷ്ട്രീയ വൈര്യം കൊണ്ട് ഇല്ലാതാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ജനം തിരിച്ചടിക്കും എന്ന് K മുരളീധരൻ ഓർക്കുന്നത് നല്ലതാണ്.